കടലിൽ വഴിതെറ്റാതിരിക്കാനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന ഒറ്റവാക്കിൽ ഈ സമുദ്രയെ വിശേഷിപ്പിക്കാം. എന്നാൽ അത് മാത്രമല്ല ഈ സമുദ്ര. കടലിലെ സാമ്പത്തിക മേഖല മറികടന്നാൽ ഈ ആപ്ലിക്കേഷൻ മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് നൽകും. കൂടാതെ മത്സ്യസമ്പത്ത് കൂടുതലുള്ള പ്രദേശം, തൊട്ടടുത്ത ഹാർബർ, മത്സ്യത്തിന്റെ വില, കരയിൽ നടക്കുന്ന പ്രധാന സംഭവങ്ങൾ എന്നിവയെല്ലാം ഈ ആപ്ലിക്കേഷനിൽ ലഭിക്കും. കടലിൽ എന്തെങ്കിലും തരത്തിലുള്ള അപകടമുണ്ടായാൽ അതിനെക്കുറിച്ച് സമീപത്തുള്ള ബോട്ടുകൾക്ക് സന്ദേശം കൈമാറാനും കഴിയും. ഇന്റർനെറ്റിന്റെ സഹായത്തോടെയാണ് ആപ്ലിക്കേഷന്റെ പ്രവർത്തനം. ഇന്റർനെറ്റ് ഇല്ലാത്ത സാഹചര്യത്തിലും ആപ്ലിക്കേഷന്റെ പ്രധാന സേവനങ്ങളിൽ പലതിനും ലഭിക്കും. മൊബൈൽ റേഞ്ച് ആവശ്യമാണെന്ന് മാത്രം. പരീക്ഷണാടിസ്ഥാനത്തിൽ ആപ്ലിക്കേഷന്റെ പ്രവർത്തനം ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് ഒരു മാസ് ഫിഷർമെനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു മിനിമം 10 to 20 ബോട്ട്സ് എങ്കിലും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അവർക്ക് റിയൽ ടൈമായിട്ട് ഉള്ള ടെസ്റ്റിംഗ് ആണ് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത്. 20 നോട്ടിക്കൽ മൈൽ വരെ സഞ്ചരിച്ചാണ് ആപ്ലിക്കേഷന്റെ പ്രവർത്തനം പരിശോധിച്ചത്. മൊബൈൽ കമ്പനിയായ MTSന്റെ സർവീസ് ഇവിടെ ലഭ്യമാണ്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും ജില്ലാ ഭരണകൂടവും ടെലികോം ഡിപ്പാർട്ട്മെന്റും സഹകരിച്ചാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. കൊച്ചിയിലെ നിയോണിക് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് ആണ് ആപ്ലിക്കേഷന്റെ നിർമ്മാതാക്കൾ. ഈ സമുദ്രയുടെ ആദ്യഘട്ട പരീക്ഷണം വിജയകരമാണ്. ഇനി അധികം താമസിക്കാതെ തന്നെ ഈ ആപ്ലിക്കേഷൻ എല്ലാ മത്സ്യത്തൊഴിലാളികളുടെ കയ്യിലും എത്തും. ക്യാമറാമാൻ ജോയ് CR-നൊപ്പം ജൈനസ് രാജു, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.